മടവീഴ്ചയിൽ കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശം. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ 10 ഏക്കറോളം കൃഷി നശിച്ചു. അതേസമയം തോട്ടപ്പള്ളി പൊഴിമുഖം കൂടുതൽ മുറിക്കും. നിലവിൽ 70 മീറ്ററോളം മാത്രമാണ് പൊഴി മുറിഞ്ഞിട്ടുള്ളത്. തോട്ടപ്പള്ളിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, ഈ കുട്ടനാട്ടിലെ വലിയ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഈ നീരൊഴുക്കുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവണം. എന്തെല്ലാമാണ് ഇപ്പോൾ നടക്കുന്ന ആലോചനകൾ? എന്താണ് വിശദാംശം? ഹർഷൻ, നമുക്കറിയാവുന്നതാണ് ഈ കുട്ടനാട്ടിലെ കിഴക്കൻ വെള്ളം എത്തുന്നതാണ് കുട്ടനാട്ടിലെ ഈ പ്രളയത്തിന് അല്ലെങ്കിൽ അവിടെ വെള്ളപ്പൊക്കത്തിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ആ കിഴക്കൻ വെള്ളത്തെ ഒഴുക്കിവിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗത്തിന്റെ തൊട്ടു മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ കഴിഞ്ഞുള്ള പൊഴിമുഖം. ഈ പൊഴിമുഖം ഇപ്പോൾ 70 മീറ്റർ മാത്രമാണ്, ഏകദേശം 70 മീറ്റർ മാത്രമാണ് മുറിഞ്ഞു പോയതാണ്, തനിയെ മുറിഞ്ഞു പോയതാണ്. പക്ഷെ അത് പോരാ, കൂടുതലായിട്ട് മുറിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഏതായാലും ഇവിടെയുള്ള ഒരു പ്രദേശവാസി തന്നെ അതിന്റെ ഒരു ഗൗരവം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ചേട്ടാ, ഈ പൊഴിമുഖം ഇത്രയും മുറിച്ചാൽ മതിയോ? പോരാ. ഈ കിഴക്കമ്പള്ളം വരിക എന്ന് വെച്ചാൽ നല്ല ശക്തമായിട്ടാണ് വരുന്നത്. ഈ കിഴക്കമ്പള്ളം കറക്റ്റായിട്ട് വന്ന് ഈ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ പൊഴിക്ക് വീതിയില്ലെങ്കിൽ കണ്ടമാനം കിഴക്കൻ പ്രദേശത്തും മടകളും കൃഷിനാശങ്ങളും ഒരുപാടുണ്ടാകാറുണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറും. അതാണ് മെയിനായിട്ടുള്ള വിഷയം. ഈ അശാസ്ത്രീയമായിട്ടുള്ള പൊഴിവെട്ടാണ് ഇതിങ്ങനെ ആയത്. നേരെ വെട്ടുമായിരുന്നെങ്കിൽ, ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വെട്ടുമായിരുന്നെങ്കിൽ ഈ വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാകാറില്ല. കറക്റ്റായിട്ട് ഈ വെള്ളം പൊഴികൂടനെ ഒഴിപ്പോകുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. തീർച്ചയായിട്ടും ഹർഷൻ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏതായാലും ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായിക്കൊണ്ട് തന്നെ ഇപ്പോൾ പൊഴിമുഖം കൂടുതലായി മുറിക്കാൻ തുടങ്ങിയിട്ടാണ്. എനിക്ക് പിന്നിലായിട്ട് 3 JCBകൾ ദീപിക ക്യാമറ 3 JCBകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു പൊഴിമുഖം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇത് മുറിക്കുന്നതോട് കൂടി തന്നെ കിഴക്കൻ വെള്ളം കൂടുതലായി ഒഴുകി പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വലിയൊരു ഒഴുക്കാണ് കടലിലേക്ക് ഉള്ളത്, ഈ പൊഴിമുഖത്ത് കൂടി ഉണ്ടാകുന്നത്. പക്ഷേ രാവിലെ സമയമായതുകൊണ്ടാണ് ഇത്രയും ഒഴുക്കുണ്ടാകുന്നത്. ഉച്ച കഴിയുന്നതോടുകൂടി കടൽ കുറെ കൂടി കയറുകയും അപ്പോൾ ഈ ഒഴുക്ക് ഒന്ന് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ എല്ലാ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. ഈ 40 ഷട്ടറുകൾ 39 എണ്ണവും തുറന്നിരിക്കുകയാണ്. ഒരെണ്ണത്തിന് ഒരു കേടുപാടുള്ളതിനാൽ മാത്രം അത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഷട്ടറുകളിലെല്ലാം വലിയ രീതിയിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യം ഷട്ടറുകളുടെ പരിസരത്ത് വന്ന് അടിഞ്ഞു കൂടിയത് മൂലം ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു എന്നാണ് പ്രധാനമായും നാട്ടുകാരുടെ ആരോപണം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് 10 മണിയോടുകൂടി 10:10 പ്രതിഷേധം നടക്കുമെന്നാണ് നാട്ടുകാർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രശ്നം, കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള വെള്ളം കുട്ടനാട്ടിലെത്തിയതോടുകൂടി മുട്ടാറ്, വെള്ളനാട് പോലുള്ള ഭാഗങ്ങൾ വെള്ളത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ദ്വീപ് പോലെ ആയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇന്നലെ അതിന്റെ നേർക്കാഴ്ച നമ്മൾ ന്യൂസ് മലയാളത്തിലൂടെ പുറം ലോകത്തെ എത്തിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള വെള്ളം മൂലം കുട്ടനാട് നേരിടുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള കൃഷിനാശം നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും ഈ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ഏക്കർ കണക്കിന് വയലുകളാണ്, അതായത് നെല്ല് ഉൽപാദനത്തിനും മറ്റുമായി സംഘടിപ്പിച്ചിരുന്ന വയലുകളാണ് ഈ വെള്ളം കൂടുതലായി വന്നതിനെ തുടർന്ന് നശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. മങ്കൊമ്പ് ഭാഗത്ത് വലിയ രീതിയിൽ മടവീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ മടവീഴ്ച ഉണ്ടാകുന്നത് തന്നെ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ സുഗമമായിട്ട് വെള്ളം പോകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണ്. ഏതായാലും ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ജനപ്രതിനിധികളെല്ലാം കഴിഞ്ഞ ദിവസം പോലും ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത്. ജി സുധാകരനാവട്ടെ, അതല്ല റജി ചെറിയാനാകട്ടെ, ഇവിടെ എത്തി ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ സുഗമമായി വെള്ളം പോകുന്നുണ്ട് എന്നും അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവർ ആ പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴ പുറക്കാട്ടിൽ ഇപ്പോൾ കടൽ കയറ്റവും രൂക്ഷമാണെന്ന് പറയുന്നു. ശക്തമായ തിരമാലയിൽ ഒരു വീട് തകർന്നിട്ടുണ്ടെന്നുള്ള വാർത്ത വരുന്നുണ്ട്. പ്രദേശത്ത് 7ഓളം വീടുകളിൽ കടലേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കടൽ കയറ്റം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണോ അവിടെ ഉള്ളത്? അത് ഈ നീരൊഴുക്കിന് തടസ്സമാവില്ലേ? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കടലേറ്റം അങ്ങനെ ഭീഷണികളില്ല. പ്രത്യേകിച്ചും ഇവിടെ ഒരു ചാകര സീസൺ പോലെയാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ പോലും ഈ തീരത്ത് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു സ്ഥിതിക്ക് വിപരീതമായിട്ടാണ് പുറക്കാട് അമ്പലപ്പുഴ ഭാഗത്തുള്ള കടലിൽ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പുറക്കാട് അനീഷ് രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെ വീട് ഈ കടലെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് കടലേറ്റത്തിൽ ആ വീട് പൂർണ്ണമായും തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിൽ കൂനുമേൽ കുരു എന്ന പോലെയാണ് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ കടലേറ്റവും എന്ന അവസ്ഥ. ഈ ഒരു സമയത്ത് ആലപ്പുഴയുടെ പ്രത്യേകിച്ചും കുട്ടനാടിന്റെയും പുറക്കാടിന്റെയും അമ്പലപ്പുഴയുടെ തീരദേശ മേഖലകളിലെല്ലാം ഈ ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പുലിമൂട്ട് നിർമ്മാണം അടക്കമുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള പോരായ്മകൾ ഉണ്ട് എന്ന് ജനങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയും അതിനൊരു
നടപടി ഉണ്ടായിട്ടില്ല. ഈ പുലിമുട്ടുകൾ നിർമ്മിക്കാത്തതും അശാസ്ത്രീയമായിട്ടുള്ള കടൽഭിത്തി നിർമ്മാണവുമാണ് ഈ പുറക്കാട് പോലുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സ്ഥിരമായി കടൽ കയറ്റം അല്ലെങ്കിൽ ഈ വീടുകൾ നശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ഏറെക്കാലമായി അനുഭവിക്കുന്ന പരാതിപ്പെടുന്ന പ്രശ്നമാണ്. പക്ഷേ നടപടി ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കടൽ ഇനിയും കയറും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തീരദേശത്തുള്ള ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള സമീപനങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും കുട്ടനാട് മേഖലകളിൽ AC റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ പോലും വീടുകളിലേക്ക് എത്തി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമീപനം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പല വീടുകളിലും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയുണ്ട്. രാവിലെകളിലും മറ്റും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ കാപ്പി കുടിക്കാനും മറ്റും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ അവർ നമ്മളോട് പറയുമ്പോഴെല്ലാം ഉണ്ടാകുന്ന വേദന അത് വളരെ വലുതാണ്. ഏതായാലും അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അപ്പോഴും കൂടുതലായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹർഷൻ.